Hi students, good morning. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ ആയിരുന്നു. ഫങ്ഷൻസ് എന്നായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു. ആ ബിൽറ്റ് ഇൻ ഫങ്ഷനകത്ത് സ്ട്രിങ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷനായ ക്യാരക്ടർ ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പം ക്യാരക്ടർ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദി ഫങ്ഷൻസ് യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ ക്യാരക്ടർ ഡേറ്റ ഈസ് കാൾഡ് ക്യാരക്ടർ ഫങ്ഷൻസ്. ക്യാരക്ടർ ഡേറ്റയ്ക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ക്യാരക്ടർ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ വേരിയസ് ഹെഡർ ഫയൽസ് ഓഫ് സി പ്ലസ് പ്ലസ്. സി പ്ലസ് പ്ലസിനകത്ത് ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽസിനകത്താണ് ഇത്തരം ഫങ്ഷൻസ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് പഠിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് പഠിച്ചു ഏത് ഹെഡർ ഫയലിനകത്താണ്? സി സ്ട്രിങ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് സ്ട്രിങ് ഫങ്ഷൻസ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ സി മാത്ത്. അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ സി സി ടൈപ്പ്. അപ്പോൾ സി സി ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്യാരക്ടർ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാരക്ടർ ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ സി സി ടൈപ്പ്. അപ്പോൾ സി സി ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് ആരെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്യാരക്ടർ ഫങ്ഷൻസിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ക്യാരക്ടർ ഫങ്ഷൻസ് പഠിക്കാം. 7 ക്യാരക്ടർ ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടർ ഫങ്ഷൻസ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്യാരക്ടർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈസ് അപ്പർ എന്ന് പറയുന്ന ക്യാരക്ടർ ഫങ്ഷനാണ്. ഏതാണ്? ഈസ് അപ്പർ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉപയോഗം? ഇറ്റ് ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ അപ്പർ കേസ് ഓർ നോട്ട്. തന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പർ കേസ് ആണോ എന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് എന്ന് പറയുന്നത് ഈസ് അപ്പർ എന്ന് പറയുന്ന ഫങ്ഷൻ. അപ്പോൾ ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ഓർ നോട്ട്. അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഫങ്ഷനാണ് ഏത്? ഈസ് അപ്പർ. അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്? ഈസ് അപ്പർ ഓഫ് ചാർ. അപ്പോൾ ഈസ് അപ്പർ ഓഫ് ചാർ എന്നുള്ളതാണ് അതിൻ്റെ എന്ത്? സിൻറ്റാക്സ്. അപ്പം അവിടുത്തെ അതിൻ്റെ ഈ എന്തായിരിക്കും ഇത് പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈസ് അപ്പർ ഓഫ് ചാർ എന്ന് എഴുതിയാലും നമ്മൾ അവിടെ എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റിട്ടേൺ വാല്യൂ എഴുതണം. ആ റിട്ടേൺ വാല്യൂ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റ്. അപ്പോൾ ഇൻറ്റ് ഈസ് അപ്പർ ഓഫ് ചാർ എന്നാണ് ഈ ക്യാരക്ടർ ഫങ്ഷൻ്റെ സിൻറ്റാക്സ്. ഇൻറ്റ് ഈസ് അപ്പർ ഓഫ് ചാർ. എന്തായിരിക്കും എൻ്റെ അർത്ഥം? ഇത് ടു അക്സെപ്റ്റ് ആൻഡ് ക്യാരക്ടർ ആർഗ്യുമെൻറ്റ്. ഇതൊരു ആർഗ്യുമെൻ്റായിട്ട് ആരെ എടുക്കും? ഒരു ക്യാരക്ടർ എടുക്കും. അതിൻ്റെ റിട്ടേൺ ആൻഡ് ഇൻറ്റിജർ വാല്യൂ. അതെന്ത് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും? ഒരു ഇൻറ്റിജർ വാല്യൂ എന്ത് ചെയ്ത് തരും? റിട്ടേൺ ചെയ്ത് തരും. അതാണെന്ത്? ഇൻറ്റ് ഈസ് അപ്പർ ഓഫ് ചാർ എന്ന് എഴുതിയിരിക്കുന്ന സിൻറ്റാക്സ്. ഞാൻ എക്സാമ്പിൾ നോക്കി. ഇൻറ്റ് എൻ ഇസ് ഈക്വൽ ടു ഈസ് അപ്പർ ഓഫ് ക്യാപിറ്റൽ എ സി ഔട്ട് എൻ. എന്തായിരിക്കും ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഇഫ് ദി ക്യാരക്ടർ ഈസ് ആൻ അപ്പർ കേസ് ഇറ്റ് റിട്ടേൺ 1. അത് തന്നിരിക്കുന്ന ക്യാരക്ടർ എന്താണെങ്കിൽ അപ്പർ കേസ് ആണ് എങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതർവൈസ് 0. അല്ലെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, തന്നിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പം ഈസ് അപ്പർ ഓഫ് എ, ആ തന്നിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണോ? ആണ്. ആണെങ്കിൽ ആൻസർ എന്ത് വരും? 1 എന്ന് വരും. അപ്പം സി ഔട്ട് എൻ, എന്നിൻ്റെ അകത്ത് വാല്യൂ, എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എത്രയെന്ന് കിട്ടും? ഔട്ട്പുട്ട് വിൽ ബി 1 എന്നായിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് 1 എന്നായിരിക്കും. അപ്പം ഈ സപ്പറിൻ്റെ ഉപയോഗം ചോദിച്ചാൽ ഇറ്റ് ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ഓർ നോട്ട്.
സിൻറ്റാക്സ് ചോദിച്ചാൽ ഇൻറ്റ് ഈസ് അപ്പർ ഓഫ് ചാർ, ഇറ്റ് ടേക്ക് ആൻ ക്യാരക്ടർ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. ഇഫ് ദി ക്യാരക്ടർ ഈസ് ആൻ അപ്പർ കേസ് ഇറ്റ് റിട്ടേൺ 1, അതർവൈസ് ഇറ്റ് റിട്ടേൺ 0. ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ ഞാനിങ്ങനെ മാറ്റിയിട്ട് സ്മാൾ ലെറ്റർ എ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആൻസർ എന്ത് വരും പറഞ്ഞേ? സ്മാൾ ലെറ്റർ എ ആകുമ്പോഴത്തേക്ക് ഈസ് അപ്പർ ഓഫ് എ, അപ്പർ ആണോ? അപ്പർ അല്ല, അല്ലെങ്കിൽ ആൻസർ എന്ത് വരും? ആൻസർ വിൽ ബി, ഔട്ട്പുട്ട് വിൽ ബി എന്ത്? 0. ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 എന്നായിരിക്കും. അപ്പം അപ്പർ കേസ് ആണ് എങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. അപ്പർ കേസ് അല്ല എങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും? 0 എന്ന് വരും. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ഏത്? ഈസ് അപ്പർ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാണ്? ഈസ് ലോവർ. അപ്പോൾ അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം എന്തിനായിരിക്കും? ഇറ്റ് ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്, അതായത് സ്മാൾ ലെറ്റർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇറ്റ് ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്തായിരിക്കും? അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഈസ് ലോവർ ഓഫ് ചാർ. അപ്പം എന്ത് ഈസ് ലോവർ ഓഫ്? അതിന് റിട്ടേൺ ചെയ്ത് തരുന്ന വാല്യൂ എന്തായിരിക്കും? ഇവിടെയും റിട്ടേൺ ചെയ്ത് തരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജർ തന്നെയായിരിക്കും. അപ്പോൾ ഇൻറ്റ് ഈസ് ലോവർ ഓഫ് ചാർ. അപ്പം ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. ഈ സപ്പർ പറഞ്ഞ കണക്ക് തന്നെ ഒരു ക്യാരക്ടർ ആർഗ്യുമെൻ്റ് എടുക്കും, അതെന്ത് റിട്ടേൺ ചെയ്ത് തരും? ഒരു ഇൻറ്റിജർ വാല്യൂ എന്ത് ചെയ്ത് തരും? റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ ചാർ സി ഈസ് ഈക്വൽ ടു സ്മാൾ എ. അപ്പോൾ സി എന്ന് പറയുന്ന ക്യാരക്ടർ വേരിയബിളിനകത്ത് സ്മാൾ എ എന്നുള്ള വാല്യൂ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇൻറ്റ് എൻ ഇസ് ഈക്വൽ ടു ഈസ് ലോവർ ഓഫ് സി. വന്നിരിക്കുന്ന സി എന്ന ക്യാരക്ടറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ലോവർ കേസ് ആണോ? ആണ്. അപ്പോൾ സി ഔട്ട് എൻ, ആൻസർ എന്ത് വരും? ആൻസർ വിൽ ബി 1 എന്ന് വരും. ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. കാര്യം എന്താണ്? ഇഫ് ദി ഗിവൺ ക്യാരക്ടർ ഈസ് എ ലോവർ കേസ് ഇറ്റ് റിട്ടേൺ 1. തന്നിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണെങ്കിൽ അതെന്ത് റിട്ടേൺ ചെയ്ത് തരും? 1 എന്ന് റിട്ടേൺ ചെയ്ത് തരും. അല്ലെങ്കിൽ ഇറ്റ് റിട്ടേൺ 0, അല്ലെങ്കിൽ അതെന്ത് റിട്ടേൺ ചെയ്ത് തരും? 0 എന്ന് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് എന്ത്? ഈസ് ലോവർ. അപ്പോൾ ഇറ്റ് ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്. ഇഫ് ദി ക്യാരക്ടർ ഈസ് എ ലോവർ കേസ് ഇറ്റ് റിട്ടേൺ 1, അതർവൈസ് ഇറ്റ് റിട്ടേൺ 0. സിൻറ്റാക്സ് ചോദിച്ചാൽ ഇൻറ്റ് ഈസ് ലോവർ ഓഫ് ചാർ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. ഒരു ക്യാരക്ടറിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും, എന്ത് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും? ഒരു ഇൻറ്റിജർ വാല്യൂ എന്ത് ചെയ്ത് തരും? റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഈസ് ലോവർ. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ ഏതാണ്? ഈസ് ആൽഫ. അപ്പോൾ എന്താണ് ഈസ് ആൽഫ എന്ന് വെച്ചാൽ? ഈസ് ആൽഫ എന്നു വെച്ചാൽ ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഓർ നോട്ട്. ആൽഫബറ്റ് ആണോ അല്ലേ എന്നുള്ളത്. അവിടെ അപ്പർ കേസ് വരാം, ലോവർ കേസ് വരാം, പക്ഷേ ആൽഫബറ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇറ്റ് ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്. ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഫംഗ്ഷനാണ് ഏത്? ഈസ് ആൽഫ. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്? ഇൻറ്റ് ഈസ് ആൽഫ ഓഫ് ചാർ. അവിടെയും എന്താണ് പ്രത്യേകത? ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. ഒരു ക്യാരക്ടർ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും, എന്നിട്ട് എന്ത് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും? ഒരു ഇൻറ്റിജർ വാല്യൂ എന്ത് ചെയ്ത് തരും? റിട്ടേൺ ചെയ്ത് തരും. സിൻറ്റാക്സ് ഇതായിരുന്നു, ഇൻറ്റ് ഈസ് ആൽഫ ഓഫ് ചാർ. എക്സാമ്പിൾ നോക്കിയാൽ ഇൻറ്റ് എൻ ഇസ് ഈക്വൽ ടു ഈസ് ആൽഫ ഓഫ് 3. അപ്പോൾ 3 എന്നാണ് ക്യാരക്ടർ, 3 ആണ് കൊടുത്തിരിക്കുന്നത്. സി ഔട്ട് എൻ, എന്നിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പറയുകയാണ്. അപ്പം 3 എന്ന് പറയുന്ന ആൽഫബറ്റ് ആണോ? 3 ആൽഫബറ്റ് അല്ല, 3 ഒരു ഡിജിറ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ എന്തായിരിക്കും? 0 എന്നായിരിക്കും. എന്താണ് 0 വരാനുള്ള കാര്യം? ഇഫ് ദി ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഇറ്റ് റിട്ടേൺ 1. ഈ ഫംഗ്ഷനകത്ത് കൊടുക്കുന്ന ക്യാരക്ടർ വാല്യൂ, ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആണ്, ഒരു ആൽഫബറ്റ് ആണ് എങ്കിൽ, ആ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ആണ് എങ്കിൽ ഇറ്റ് റിട്ടേൺ 1. ആൽഫബറ്റ് അല്ല എങ്കിൽ ഇറ്റ് റിട്ടേൺ 0. അതെന്ത് റിട്ടേൺ ചെയ്ത് തരും? 0 റിട്ടേൺ ചെയ്ത് തരും. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 0 എന്നായിരിക്കും. കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ആൽഫബറ്റ്. അതെന്തല്ല? ആൽഫബറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 എന്നായിരിക്കും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ, ഈസ് ആൽഫ. ഇനി നാലാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഈസ് ഡിജിറ്റ്. അപ്പോൾ പേര് തന്നെയുണ്ട്, എന്താണ്? ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ഡിജിറ്റ് ഓർ നോട്ട്. തന്നിരിക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? ഈസ് ഡിജിറ്റ്. അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്? ഇൻറ്റ് ഈസ് ഡിജിറ്റ് ഓഫ് ചാർ. അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. ഒരു ക്യാരക്ടറിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും, എന്നിട്ട് അതിന് എന്ത് റിട്ടേൺ ചെയ്ത് തരും? ഒരു ഇൻറ്റിജർ വാല്യൂ എന്ത് ചെയ്ത് തരും? റിട്ടേൺ ചെയ്ത് തരും. സിൻറ്റാക്സ് അതായിരുന്നു, ഇൻറ്റ്
ഈസ് ഡിജിറ്റ് ഓഫ് ചാർ. ഇനി എക്സാമ്പിൾ നോക്കിയേ, ഇൻറ്റ് എൻ ഇസ് ഈക്വൽ ടു ഈസ് ഡിജിറ്റ് ഓഫ് 3 സി ഔട്ട് എൻ. എന്തായിരിക്കും ആൻസർ പറഞ്ഞേ? ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിജിറ്റ് ആണ്. അപ്പം ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് 1 if the character is a digit and 0 if the character is not a digit. അല്ലെങ്കിൽ it return 1 if the character is digit and 0 otherwise it returns 0. അപ്പം ക്യാരക്ടർ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആണ് എങ്കിൽ 1 എന്ന് റിട്ടേൺ ചെയ്ത് തരും, അല്ലെങ്കിൽ എല്ലാം ഇപ്പോഴും എന്ത് റിട്ടേൺ ചെയ്ത് തരും? 0 എന്ന് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻ്റ് എന്താണ്? ഒരു ക്യാരക്ടറാണ്. സോ ഇറ്റ് റിട്ടേൺ 1 എന്തെന്ന് റിട്ടേൺ ചെയ്ത് തരും? 1 എന്ന് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ അവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 എന്നായിരിക്കും. അപ്പോൾ ഇതാണ് നാലാമത്തെ ക്യാരക്ടർ ഫംഗ്ഷൻ, ഈസ് ഡിജിറ്റ് ഓഫ്. ഇനി നോക്കി അഞ്ചാമത്തെ എന്താണ്? ഈസ് ആൾ നം. എന്താണ് ആൾ നം എന്ന് വെച്ചാൽ? വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ആൽഫ ന്യൂമറിക് ആണോ അല്ലേ എന്നുള്ളത്. എന്താണ് ആൽഫ ന്യൂമറിക് ആണോ എന്ന് വെച്ചാൽ? ആൽഫ ന്യൂമറിക് ആണോ എന്ന് ചോദിച്ചാൽ ഇഫ് ഇറ്റ് ഈസ് ആൻ ആൽഫബറ്റ് ഓർ ഡിജിറ്റ്. ആൽഫബറ്റ് ആണോ ഡിജിറ്റ് ആണോ? ആൽഫബറ്റോ ഡിജിറ്റോ ആണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആൽഫ ന്യൂമറിക് എന്ന് വെച്ചാൽ. അപ്പോൾ ഇറ്റ് ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. തന്നിരിക്കുന്ന ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സിൻറ്റാക്സ് എന്താണ്? ഇൻറ്റ് ഈസ് ആൾ നം ഓഫ് ചാർ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. അതിന് എക്സാമ്പിൾ നോക്കിയേ, ഇൻറ്റ് എൻ ഇസ് ഈക്വൽ ടു ഈസ് ആൾ നം ഓഫ് 3. അപ്പം സി ഔട്ട് എൻ എന്തായിരിക്കും ഔട്ട്പുട്ട്? തന്നിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു എന്താണ്? ആൽഫ ന്യൂമറിക് ക്യാരക്ടറാണ്. ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആണെന്ന് വെച്ചാൽ എന്താണ്? ഒരു ആൽഫബറ്റോ നമ്പറോ അല്ലെങ്കിൽ ഒരു സിമ്പലോ ഒക്കെ ആണോ എന്നാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്യാരക്ടർ എന്താണ്? ഒരു ആൽഫ ന്യൂമറിക് ക്യാരക്ടറാണ്. സോ ഇറ്റ് റിട്ടേൺ എന്ത്? 1. എന്ത് റിട്ടേൺ ചെയ്ത് തരും? 1 എന്ന് റിട്ടേൺ ചെയ്ത് തരും, അല്ലെങ്കിലോ 0 എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്ത് വരും? ഇറ്റ് റിട്ടേൺ 1. ഇവിടെ തന്നിരിക്കുന്ന ഒരു ന്യൂമറിക് ക്യാരക്ടറാണ്. സോ ഇറ്റ് റിട്ടേൺ എന്ത്? 1. എന്തെന്ന് റിട്ടേൺ ചെയ്ത് തരും? 1 എന്ന് റിട്ടേൺ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് എന്ത്? ആൽഫ ന്യൂമറിക് എന്ന് പറയുന്നത്, ഈസ് ആൾ നം എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് റിട്ടേൺ 1 വെദർ ദി ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ആൻഡ് 0 അതർവൈസ് ആണെങ്കിൽ 0. അതർവൈസിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ പ്ലസ് എന്ന് കൊടുത്തു. അപ്പോൾ പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ആൽഫ ന്യൂമറിക് ആണോ? അല്ല, ഇറ്റ് ഈസ് എ സിമ്പൽ. അപ്പോൾ സിമ്പലാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് വിൽ ബി 0 എന്ന് വരും. കാര്യം എന്താണ്? ദ ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ. എന്തല്ല? ഒരു ആൽഫ ന്യൂമറിക് ക്യാരക്ടർ അല്ല. അതുകൊണ്ട് എന്ത് വരും? 0 എന്ന് വരും. ഇനി ആറാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു അപ്പർ ഓഫ്. എന്താണ് ടു അപ്പർ ഓഫ് എന്ന് വെച്ചാൽ? ചെക്ക് വെദർ ദി ഗിവൺ കൺവേർട്ട് ദി ഗിവൺ ക്യാരക്ടർ ഇൻറ്റു അപ്പർ കേസ്. തന്നിരിക്കുന്ന ക്യാരക്ടറിനെ എന്തിലോട്ട് മാറ്റാൻ? അപ്പർ കേസിലോട്ട് മാറ്റാൻ. അപ്പോൾ ഒരു ലോവർ കേസ് ക്യാരക്ടറോ മറ്റോ തന്നിരുന്നാൽ അതിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ? അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്? ടു അപ്പർ ഓഫ്. അപ്പോൾ ഇറ്റ് കൺവേർട്ട് എ ക്യാരക്ടർ ഇൻറ്റു അപ്പർ കേസ്. തന്നിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ എന്ത് കേസിലേക്ക് മാറ്റും? അപ്പർ കേസിലേക്ക് മാറ്റും. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്? ചാർ ടു അപ്പർ ഓഫ് ചാർ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആർഗ്യുമെൻറ്റ്. എന്തായിട്ട് ആർഗ്യുമെൻ്റ് എടുക്കും? ഒരു ക്യാരക്ടറിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും. ആൻഡ് റിട്ടേൺസ് എ ക്യാരക്ടർ വാല്യൂ. എന്ത് തന്നെ റിട്ടേൺ ചെയ്ത് തരും? ക്യാരക്ടർ വാല്യൂ. കാര്യം ഇവിടെ കൊടുക്കുന്ന ക്യാരക്ടർ ഒരു ക്യാരക്ടറിനെ എന്തിലേക്ക് മാറ്റി? അപ്പർ കേസിലേക്ക് മാറ്റി നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്മാൾ എ എന്ന് കൊടുത്താൽ ആൻസർ ക്യാപിറ്റൽ എ വരും. ക്യാപിറ്റൽ എ തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ആൻസർ എന്ത് തന്നെയായിരിക്കും? ക്യാപിറ്റൽ എ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും കൊടുക്കുന്ന ക്യാരക്ടറിൻ്റെ എന്ത് റിട്ടേൺ ചെയ്ത് തരും? അപ്പർ കേസ് ക്യാരക്ടർ എന്ത് ചെയ്ത് തരും? റിട്ടേൺ ചെയ്ത് തരും. അതുകൊണ്ടാണ് ഇതിൻ്റെ റിട്ടേൺ വാല്യൂയും ക്യാരക്ടർ ആണെന്ന് പറഞ്ഞത്. ആർഗ്യുമെൻറ്റും എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. ദാ എക്സാമ്പിൾ നോക്കിയേ, ചാർ സി ഈസ് ഈക്വൽ ടു അപ്പർ ഓഫ് സ്മാൾ എ. അപ്പോൾ സ്മാൾ എ എന്തിലേക്ക് മാറ്റും? ക്യാപിറ്റൽ എയിലേക്ക് മാറ്റിയിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? സിക്ക് അത് സ്റ്റോർ ചെയ്യും. സി ഔട്ട് സി. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? സിയുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ക്യാപിറ്റൽ എ എന്നായിരിക്കും. അപ്പോൾ എ എന്ന് വരും. അപ്പോൾ സി ഇതിക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന എന്തായിരിക്കും? ക്യാപിറ്റൽ എ എന്നായിരിക്കും. അപ്പം ആ സ്മാൾ എ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഫംഗ്ഷനാണ് ഏത്? ടു അപ്പർ എന്ന് പറയും. ഇനി ഏഴാമത്തെ ഫംഗ്ഷനാണ് ഏതാണ്? ടു ലോവർ ഓഫ്. ടു ലോവർ എന്തായിരിക്കും? ടു കൺവേർട്ട് എ ക്യാരക്ടർ ഇൻറ്റു ലോവർ കേസ്. തന്നിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ എന്തിലേക്ക് മാറ്റാൻ? ലോവർ കേസിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? ടു ലോവർ. അപ്പം
തന്നിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ എന്തിലേക്ക് മാറ്റാൻ, ലോവർ കേസിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്, ടു ലോവർ. എൻ്റെ സിൻറ്റാക്സ് എന്താണ്, അപ്പർ പറഞ്ഞ കണക്ക് തന്നെയാണ്, ചാർ ടു ലോവർ ഓഫ് ചാർ. എന്തായിരിക്കും, ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ലോവർ കേസ്. അപ്പം റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, ലോവർ കേസ് ക്യാരക്ടർ ആയിരിക്കും. സോ ഇറ്റ് റിട്ടേൺ വാല്യൂ എന്തായിരിക്കും, ക്യാരക്ടർ ആയിരിക്കും. അപ്പം ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ എ ക്യാരക്ടർ വാല്യൂ. ഒരു ക്യാരക്ടറിനെ ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും, എന്നിട്ട് എന്ത് റിട്ടേൺ ചെയ്ത് തരും, ഒരു ക്യാരക്ടർ തന്നെ എന്ത് ചെയ്ത് തരും, റിട്ടേൺ ചെയ്ത് തരും. എക്സാമ്പിൾ നോക്കിയേ, ചാർ സി ഈസ് ഈക്വൽ ടു ലോവർ ഓഫ് ക്യാപിറ്റൽ എ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ക്യാപിറ്റൽ എ എന്തിലേക്ക് മാറ്റി, ലോവർ കേസിലേക്ക് മാറ്റി. എവിടെ സ്റ്റോർ ചെയ്യും, സിക്കകത്ത് സ്റ്റോർ ചെയ്തു. സി ഔട്ട് സി, എന്നിട്ട് സിയെ ഡിസ്പ്ലേ ചെയ്യാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും, ഔട്ട്പുട്ട് വിൽ ബി സ്മാൾ എ. എന്തെന്ന് വരും, സ്മാൾ എ എന്ന് വരും. അപ്പോൾ ഇത്രയുമാണ് എന്ത് ഫംഗ്ഷൻ, ക്യാരക്ടർ ഫംഗ്ഷൻ. അപ്പോൾ ഒരിക്കൽ കൂടി, ക്യാരക്ടർ ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ CC type. It is used to perform some operations on character data. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു, ഈസ് അപ്പർ. ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ അപ്പർ കേസ് ഓർ നോട്ട്. ഇഫ് ദി ക്യാരക്ടർ ഈസ് ആൻ അപ്പർ കേസ് ക്യാരക്ടർ ഇറ്റ് റിട്ടേൺസ് 1, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് 0. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ. അതിൻ്റെ സിൻറ്റാക്സ് ഇൻറ്റ് ഈസ് അപ്പർ ഓഫ് ചാർ. എന്താണ്, ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. എന്ത് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും, ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്ത് തരും. ഇനി അതിൻ്റെ എക്സാമ്പിൾ അത് നിങ്ങൾ പഠിച്ചോളണം. രണ്ടാമത്തത് ഈസ് ലോവർ. എന്താണ്, ടു ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് എ ലോവർ കേസ് ഓർ നോട്ട്. ഇഫ് ദി ക്യാരക്ടർ ഈസ് എ ലോവർ കേസ് ഇറ്റ് റിട്ടേൺസ് 1, അതർവൈസ് ഇറ്റ് റിട്ടേൺ 0. അവിടെ നോക്കി സിൻറ്റാക്സ് ഇൻറ്റ് ഈസ് ലോവർ ഓഫ് ചാർ. എന്താണ് അതിൻ്റെ അർത്ഥം, ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. എന്ത് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും, ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്ത് തരും. മൂന്നാമത്തെ എന്താണ്, ഈസ് ആൽഫ. എന്താണ്, ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഓർ നോട്ട്. തന്നിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇഫ് ദി ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ് ഇറ്റ് റിട്ടേൺസ് 1, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് 0. അപ്പോൾ തന്നിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണ് എങ്കിൽ ഇറ്റ് റിട്ടേൺസ് 1, അതർവൈസ് 0. ഇവിടെ എക്സാമ്പിൾ എന്താണ്, സിൻറ്റാക്സ് എന്താണ്, ഇൻറ്റ് ഈസ് ആൽഫ ഓഫ് ചാർ. എന്താണ്, ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. നാലാമത്തെ എന്താണ്, ഈസ് ഡിജിറ്റ്. എന്താണ്, ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ് ഓർ നോട്ട്. ഡിജിറ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഇഫ് ദി ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ് ഇറ്റ് റിട്ടേൺസ് 1, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് 0. അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്, ഇൻറ്റ് ഈസ് ഡിജിറ്റ് ഓഫ് ക്യാരക്ടർ. എന്താണ്, ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ ആൻ ഇൻറ്റിജർ വാല്യൂ. എന്ത് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും, ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്ത് തരും. അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്താണ്, ഈസ് ആൽനം. എന്താണ്, ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ഓർ നോട്ട്. ആൽഫബറ്റ് ആണോ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇഫ് ദി ക്യാരക്ടർ ഈസ് ആൻ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ഇറ്റ് റിട്ടേൺസ് 1, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് 0. എൻ്റെ സിൻറ്റാക്സ് എന്താണ്, ഇൻറ്റ് ഈസ് ആൽനം ഓഫ് ചാർ. എന്തായിരിക്കും, ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺസ് ആൻ ഇൻറ്റിജർ വാല്യൂ. ആറാമത്തെ എന്താണ്, ടു അപ്പർ. യൂസ്ഡ് ടു കൺവേർട്ട് എ ക്യാരക്ടർ ഇൻറ്റു അപ്പർ കേസ്. ഒരു ക്യാരക്ടറിനെ എന്തിലേക്ക് മാറ്റാൻ, അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഏത്, ടു അപ്പർ. അതിൻ്റെ സിൻറ്റാക്സ് എന്താണ്, ചാർ ടു അപ്പർ ഓഫ് ചാർ. എന്താണ് അതിൻ്റെ അർത്ഥം, ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ എ ക്യാരക്ടർ വാല്യൂ. അതായത് കൊടുക്കുന്ന ക്യാരക്ടറിൻ്റെ അപ്പർ കേസ് വാല്യൂ ആയിരിക്കും എന്തായിട്ട് വരുന്നത്, റിട്ടേൺ ചെയ്ത് വരുന്നത്. ഏഴാമത്തെ ഫംഗ്ഷൻ എന്താണ്, ടു ലോവർ. എന്തായിരിക്കും, ചെക്ക് വെദർ ദി ഗിവൺ കൺവേർട്ട് ദി ഗിവൺ ക്യാരക്ടർ ഇൻറ്റു ലോവർ കേസ്. തന്നിരിക്കുന്ന ക്യാരക്ടറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഏത്, ടു ലോവർ. സിൻറ്റാക്സ് എന്താണ്, ചാർ ടു ലോവർ ഓഫ് ചാർ. എന്തായിരിക്കും, ഇറ്റ് ടേക്സ് എ ക്യാരക്ടർ ആസ് ആൻ ആർഗ്യുമെൻറ്റ് ആൻഡ് റിട്ടേൺ എ ക്യാരക്ടർ വാല്യൂ. അപ്പോൾ കൊടുക്കുന്ന ക്യാരക്ടറിൻ്റെ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും, ലോവർ കേസ് വാല്യൂ എന്ത് ചെയ്ത് തരും, റിട്ടേൺ ചെയ്ത് തരും. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ലോവർ കേസ് തന്നെയാണെങ്കിൽ ആൻസറും എന്ത് തന്നെയായിരിക്കും, ഒരു ലോവർ കേസ് തന്നെയായിരിക്കും. അപ്പം അതാണെന്ത്, ടു ലോവർ. അപ്പോൾ ഇത്രയുമാണ് എന്ത് ഫങ്ഷൻസ്, ക്യാരക്ടർ ഫങ്ഷൻസ്. അപ്പോഴിനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസോൾ ഫങ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷനാണ്, കൺസോൾ ഫങ്ഷൻസ്. അപ്പോൾ ഈ കൺസോൾ ഫംഗ്ഷനകത്ത് വരുന്ന രണ്ട് ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തായിരുന്നു.
അവിടെ ഡിസ്കസ് ചെയ്ത രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒന്ന് ഗെറ്റ്സും പുട്സുമായിരുന്നു. അപ്പോൾ നമ്മൾ അത് പഠിച്ചായിരുന്നു. എന്താണ് ആറേ നമ്മൾ അല്ലെങ്കിൽ സ്ട്രിങ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് കീബോർഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് വൈറ്റ് സ്പേസസ് എന്ത് ചെയ്യത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ വൈറ്റ് സ്പേസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ്സ് ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ ആ സെക്കൻഡ് ചാപ്റ്ററിൽ അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി നമ്മളിവിടെ പഠിക്കുന്ന അതിനകത്ത് ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഗെറ്റ്സും പുട്സും പഠിച്ചായിരുന്നു. ഗെറ്റ്സ് അക്സെപ്റ്റ് എ സ്ട്രിങ് ത്രൂ ദി കീബോർഡ് ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസസ്. പുട്സ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ സ്ട്രിങ് ഓൺ ദി മോണിറ്റർ. അപ്പോൾ അതായിരുന്നു ഗെറ്റ്സും പുട്സും. അപ്പോൾ ഈ കൺസോൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ അന്ന് പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ CSTDIO. CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്, കൺസോൾ ഫംഗ്ഷൻസ്. അപ്പോൾ കൺസോൾ ഫംഗ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ CSTDIO. CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയൽസിനകത്താണ് ഈ കൺസോൾ ഫംഗ്ഷൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ്ചാർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. പേര് തന്നെയുണ്ട്. എന്താണ്, യൂസ്ഡ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ്. ഒരു കീബോർഡ് വഴി ഒരു ക്യാരക്ടർ വേരിയബിളിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺസോൾ ഫംഗ്ഷനാണേത്, ഗെറ്റ്ചാർ ഫംഗ്ഷൻ. അപ്പോൾ ഗെറ്റ്ചാർ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ്. കീബോർഡ് വഴി ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുകയും അങ്ങനെ ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടറിനെ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന കൺസോൾ ഇൻപുട്ട് ഫംഗ്ഷനാണ് ഏത്, ഗെറ്റ്ചാർ. അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാണ് ഗെറ്റ്ചാർ CH is equal to getChar of. എന്തായിരിക്കും, ഗെറ്റ് എ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ് ആൻഡ് സ്റ്റോർ ഇൻ ദി വേരിയബിൾ CH. ഒരു ക്യാരക്ടറിനെ ഏത് വഴി അക്സെപ്റ്റ് ചെയ്ത്, കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ എവിടെ സ്റ്റോർ ചെയ്യും, ഈ CH എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്ത് ചെയ്ത് വയ്ക്കും, സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതാണ് എന്ത്, ഗെറ്റ്ചാർ ഫംഗ്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ്. കീബോർഡ് വഴി ഒരു ക്യാരക്ടർ എന്ത് ചെയ്യാൻ വേണ്ടി, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്, ഗെറ്റ്ചാർ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പുട്ചാർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. പുട്ചാർ എന്തായിരിക്കും, ഡിസ്പ്ലേ ക്യാരക്ടർ ഓൺ ദി മോണിറ്റർ. ഒരു ക്യാരക്ടറിനെ എവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്, പുട്ചാർ ഫംഗ്ഷൻ. ആർഗ്യുമെൻറ്റ്സ് മേ ബി ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ഓർ വേരിയബിൾ. അവിടുത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം, ക്യാരക്ടർ കോൺസ്റ്റൻറ്റോ വേരിയബിളോ ആയിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്, ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇഫ് ഇൻറ്റിജർ ഈസ് സ്പെസിഫൈഡ് ആസ് ആൻ ആർഗ്യുമെൻറ്റ്, ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഡിസ്പ്ലേ ദി കറസ്പോണ്ടിങ് ആസ്കി ക്യാരക്ടർ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ക്യാരക്ടർ വിൽ ബി ഡിസ്പ്ലേഡ് എന്താണ്, കൺസിഡറിങ് ആസ് എ ആസ്കി വാല്യൂ. ആ ഇൻറ്റിജർ വാല്യൂവിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ട്, ആസ്കി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ആസ്കി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. ഓർത്തോളണം, ഇഫ് ദി ആർഗ്യുമെൻറ്റ് ഈസ് സ്പെസിഫൈഡ് ആസ് ആൻ ഇൻറ്റിജർ വാല്യൂ, ദി ഗിവൺ ആർഗ്യുമെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആസ്കി വാല്യൂ ആൻഡ് ദി കറസ്പോണ്ടിങ് ക്യാരക്ടർ വിൽ ബി ഡിസ്പ്ലേഡ്. ആ കൊടുത്തിരിക്കുന്ന വാല്യൂവിനെ എന്ത് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്ത്, ഒരു ആസ്കി വാല്യൂ ആയിട്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് അതിൻ്റെ കോഡായിട്ട് കൺസിഡർ ചെയ്ത് ആ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. ഇതാണ് ഏത് ഫംഗ്ഷൻ, പുട്ചാർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഗെറ്റ്ചാർ എന്ന് പറയുന്ന ഇൻപുട്ട്, പുട്ചാർ എന്ന് പറയുന്ന ഔട്ട്പുട്ട്. പുട്ചാർ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ ഓൺ ദി മോണിറ്റർ. അവിടുത്തെ ആർഗ്യുമെൻറ്റ് മേ ബി എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഓർ വേരിയബിൾ. If the argument is an integer value, it takes as an ASCII value and display the corresponding character. അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്ത്, ഇറ്റ് കൺസിഡർ ആസ് ആൻ ആസ്കി വാല്യൂ. ആ ഇൻറ്റിജർ വാല്യൂവിനെ ഒരു ആസ്കി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതെന്ത് ഡിസ്പ്ലേ ചെയ്ത് തരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. ഇതാണ് എന്ത്, പുട്ചാർ ഫംഗ്ഷൻ. എക്സാമ്പിൾ നോക്കി, ചാർ CH is equal to B എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ CH എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, പുട്ചാർ ഓഫ് CH എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ B ഓൺ ദിസ് മോണിറ്റർ. ആ CH എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന B എന്ത് ചെയ്ത് തരും, മോണിറ്റർ ഡിസ്പ്ലേ ചെയ്ത് തരും. പുട്ചാർ ഓഫ് C എന്നാണ് കൊടുക്കുന്നതെങ്കിലോ C എന്ന ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, മോണിറ്റർ ഡിസ്പ്ലേ ചെയ്ത് തരും. പുട്ചാർ ഓഫ് 97 എന്ന് കൊടുത്താലോ 97 ഈസ് ആൻ ഇൻറ്റിജർ വാല്യൂ, ഇറ്റ് കൺസിഡർ ആസ് ആൻ ആസ്കി കോഡ്. അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും,
ഒരു ആസ്കി കോഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ 97 എന്ന ആസ്കി കോഡുള്ള ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. ഇറ്റ് വിൽ ബി സ്മാൾ ലെറ്റർ എ. അതെന്തായിരിക്കും, സ്മാൾ എ ആയിരിക്കും. സ്മാൾ ലെറ്റർ എയുടെ ആസ്കി വാല്യൂ എന്നാണ് എന്ത് 97. അപ്പോൾ ആ സ്മാൾ എ എന്നുള്ള ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത് ഫംഗ്ഷൻ, കൺസോൾ ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. 4 ഫംഗ്ഷൻ ഉണ്ട്, 2 ഇൻപുട്ട് ഫംഗ്ഷൻ 2 ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അതിൽ ഒന്നാമത്തെ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന ഗെറ്റ്സ് എന്ന ഫംഗ്ഷനാണ്, സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ്ചാർ ആണ്, ഒരു ക്യാരക്ടർ കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഗെറ്റ്ചാർ ഫംഗ്ഷൻ. അതിൻ്റെ എക്സാമ്പിൾ ഇത് ചാർ സി എച്ച് സീക്വൽ ഗെറ്റ്ചാർ, ഗെറ്റ് എ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ് ആൻഡ് സ്റ്റോർ ഇൻ ദി വേരിയബിൾ സി എച്ച്. ഇനി ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 ഗെറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇത് പുട്സ് ഫംഗ്ഷൻ. ഇനി ക്യാരക്ടറാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ ക്യാരക്ടറാണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത്, പുട്ചാർ ഫംഗ്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ക്യാരക്ടർ ഓൺ ദി മോണിറ്റർ. ഒരു മോണിറ്ററിൽ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്, പുട്ചാർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ആർഗ്യുമെൻറ്റ് മേ ബി ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഓർ വേരിയബിൾ. ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ എന്തോ ആയിരിക്കും, വേരിയബിളോ ആയിരിക്കും. അവിടെ ഇഫ് ദി ആർഗ്യുമെൻറ്റ് ഈസ് ആൻ ഇൻറ്റിജർ വാല്യൂ, ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ ഇറ്റ് കൺസിഡേർഡ് ആസ് എ ആസ്കി വാല്യൂ. അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും, ആസ്കി വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ദി കറസ്പോണ്ടിങ് ക്യാരക്ടർ വിൽ ബി ഡിസ്പ്ലേഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ സി എച്ച് എന്നൊരു വേരിയബിളിനകത്ത് ബി എന്നൊരു ക്യാരക്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പുട്ചാർ ഓഫ് സി എച്ച് എന്ന് കൊടുത്താൽ ഇറ്റ് ഡിസ്പ്ലേ ബി ഓൺ ദി മോണിറ്റർ. അതിൽ പുട്ചാർ ഓഫ് ക്യാരക്ടർ കൊടുത്താൽ ആ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്ത് തരും. പുട്ചാർ ഓഫ് 97 എന്ന് കൊടുത്താൽ ഇറ്റ് ഡിസ്പ്ലേ ദി ക്യാരക്ടർ കറസ്പോണ്ടിങ് ടു ദി ആസ്കി വാല്യൂ 97. 97 എന്ന ഇൻറ്റിജർ ആസ്കി വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ക്യാരക്ടർ അതേതാണ്, സ്മാൾ ലെറ്റർ എ ആണ്. അതെന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. ഇതാണെന്ത് കൺസോൾ ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ CSTD.io. CSTD.io എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കൺസോൾ ഫങ്ഷൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണെന്ത് കൺസോൾ ഫംഗ്ഷൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്ട്രീം ഫങ്ഷൻസ് ആണ്. സ്ട്രീം ഫങ്ഷൻസ് ഫോർ IO ഓപ്പറേഷൻ. അപ്പോൾ സ്ട്രീം ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദീസ് ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ IO സ്ട്രീം. നമ്മൾ പഠിച്ചിട്ടുള്ള IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്, സ്ട്രീം ഫങ്ഷൻസ്. അപ്പോൾ സ്ട്രീം ഫങ്ഷൻസ് ആർ ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ IO സ്ട്രീം. അവിടെയും 2 ടൈപ്പ് ഫംഗ്ഷനുണ്ട്, ഇൻപുട്ട് ഫംഗ്ഷനുണ്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനുണ്ട്. അതിൽ ആദ്യം ഇൻപുട്ട് ഫംഗ്ഷനാണ്. അതിൽ ഒന്നാമത്തെ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് എന്ന ഫംഗ്ഷനാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അക്സെപ്റ്റ് എ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഓർ സ്ട്രിങ്. അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ സ്ട്രിങ് ത്രൂ ദി കീബോർഡ്. കീബോർഡ് വഴി ഒരു സിംഗിൾ ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങോ എന്ത് ചെയ്യാൻ വേണ്ടി, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഫംഗ്ഷനാണ് ഏത്, ഗെറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇറ്റ് അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ്. അതിൻ്റെ എക്സാമ്പിൾ ഒക്കെയാണ് ചാർ CH STR of 10, CH is equal to cin.get CH. അല്ലെങ്കിൽ നമുക്ക് എഴുതാം, അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് cin.get CH, അങ്ങനെ എഴുതാം. അപ്പം cin.get CH എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അക്സെപ്റ്റ് എ ക്യാരക്ടർ ആൻഡ് സ്റ്റോർ ദി വേരിയബിൾ CH. ഒരു ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യുക, CH സ്റ്റോർ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺസോൾ ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ മാത്രം ഡയറക്റ്റ്ലി യൂസ് ചെയ്യുമായിരുന്നു. എന്നാൽ സ്ട്രീം ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പം അവിടെ നമ്മൾ ഏത് ഡിവൈസാണോ ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഡിവൈസിൻ്റെ ഒബ്ജക്റ്റ് നെയിം സ്പെസിഫൈ ചെയ്യണം. കൂടാതെ ആ ഒബ്ജക്റ്റ് നെയിമിനെയും ആ ഫംഗ്ഷനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കും. ഒരു ഡോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കും. പീരീഡ് സിമ്പൽ ഓർ ഡോട്ട് സിമ്പൽ, പീരീഡ് സിമ്പൽ ഓർ ഡോട്ട് സിമ്പൽ. ഇതാ ഇവിടെ നോക്കി അറിയാൻ പറ്റും, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് കീബോർഡ് വഴിയാണ്. അപ്പോൾ കീബോർഡിനെ സൂചിപ്പിക്കുന്ന ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് cin ആണ്. അപ്പോൾ cin.get, cin.get CH എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഗെറ്റ് എ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ് ആൻഡ് സ്റ്റോർ ഇൻ ദി വേരിയബിൾ CH എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ നോക്കിയാണ് cin.get STR,10. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം, അക്സെപ്റ്റ് എ സ്ട്രിങ് ഓഫ് മാക്സിമം 10 ക്യാരക്ടർ ത്രൂ ദി കീബോർഡ്. 10 ക്യാരക്ടർ ഉള്ളൊരു സ്ട്രിങ് ഏത് വഴി അക്സെപ്റ്റ് ചെയ്ത്, കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യുക, STR എന്ന് പറയുന്ന ആ സ്ട്രിങ് വേരിയബിളിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഏത് ഫംഗ്ഷൻ, ഗെറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഗെറ്റ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു അക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ്. അവിടെ യൂസേജ് ഓർത്തോളം, ഈ സ്ട്രീം ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യണം, ഏത് ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഏത് ഔട്ട്പുട്ട് ഡിവൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒബ്ജക്റ്റിനെയും പറയണം. പിന്നെ എന്ത് ഓപ്പറേറ്റർ,
ഡോട്ട് ഓപ്പറേറ്റർ ദെൻ ഫംഗ്ഷൻ നെയിം. അപ്പം എന്ത് പറയും, കൺസോൾ ഒബ്ജക്റ്റ്, കൺസോൾ ഇൻപുട്ട് ഡിവൈസ് നെയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം ഓഫ് ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസിൻ്റെ പേര്, ഡോട്ട് ഓപ്പറേറ്റർ, ഫംഗ്ഷൻ നെയിം, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ cin ഡോട്ട് ഗെറ്റ് ch എന്ന് വെച്ചാൽ ഗെറ്റ് എ ക്യാരക്ടർ ത്രൂ ദി കീബോർഡ് ആൻഡ് സ്റ്റോർ ഇൻ ദി വേരിയബിൾ ch, അല്ലെങ്കിൽ cin ഡോട്ട് ഗെറ്റ് str,10 ഗെറ്റ് 10 ക്യാരക്ടേഴ്സ് ത്രൂ ദി കീബോർഡ് ആൻഡ് സ്റ്റോർ ഇൻ ദി ക്യാരക്ടർ അറേ str. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ലൈൻ ആണ്. ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ എന്തായിരിക്കും, അക്സെപ്റ്റ് എ സ്ട്രിങ് ത്രൂ ദി കീബോർഡ്, ഒരു സ്ട്രിങ്ങിനെ ഏത് വഴി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്, ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. അപ്പോൾ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ക്യാൻ അക്സെപ്റ്റ് എ സ്ട്രിങ് ത്രൂ ദി കീബോർഡ്. അപ്പോൾ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വയ്ക്കും, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്ട്രീം ഫംഗ്ഷൻ ഗെറ്റ് ആൻഡ് ഗെറ്റ് ലൈൻ. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, ഗെറ്റ് ക്യാൻ അക്സെപ്റ്റ് സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടർ, വേറാസ് ഗെറ്റ് ലൈൻ ക്യാൻ അക്സെപ്റ്റ് ഓൺലി സ്ട്രിങ്. അപ്പോൾ ഗെറ്റിനെ സിംഗിൾ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാം, സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ ഗെറ്റ് ലൈൻ ക്യാൻ അക്സെപ്റ്റ് ഓൺലി സ്ട്രിങ്. ഗെറ്റ് ലൈൻ എന്ത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ, സ്ട്രിങ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അതാണ് എന്തെന്ന് പറയുന്നത്, ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്സെപ്റ്റ് എ സ്ട്രിങ് ത്രൂ ദി കീബോർഡ്. അതിൻ്റെ യൂസേജ് എങ്ങനെയായിരിക്കും, ഇൻപുട്ട് ഡിവൈസിൻ്റെ പേര് പറയണം, പിന്നെ ഡോട്ട് ഓപ്പറേറ്റർ, പിന്നെ ഫംഗ്ഷൻ നെയിം. അപ്പോൾ എക്സാമ്പിൾ ഒക്കെയാണ് ചാർ ch str(10) ഇൻറ്റ് len. അപ്പോൾ രണ്ട് ടൈപ്പ് സിൻറ്റാക്സ് ആണ് അതിനുള്ളത്, 2 ആർഗ്യുമെൻ്റ് ഉള്ളതും 3 ആർഗ്യുമെൻ്റ് ഉള്ളതും. ആദ്യത്തെ ഒക്കെയാണ് cin ഡോട്ട് ഗെറ്റ് ലൈൻ str,len. അവിടെ എത്ര ആർഗ്യുമെൻറ്റേ ഉള്ളൂ, 2 ആർഗ്യുമെൻറ്റേ ഉള്ളൂ. എന്നാൽ അടുത്തതിന് നോക്കിയാൽ cin ഡോട്ട് ഗെറ്റ് ലൈൻ str,len, ch. അവിടെ എത്ര ആർഗ്യുമെൻ്റ് ഉണ്ട്, 3 ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം, ഇൻ ദി ഫസ്റ്റ് യൂസേജ് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ഹാസ് 2 ആർഗ്യുമെൻറ്റ്സ്, 2 ആർഗ്യുമെൻ്റേ ഉള്ളൂ. ഏതൊക്കെയാണ്, ഒരു ക്യാരക്ടർ അറേയും പിന്നെന്ത്, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ഒരു ക്യാരക്ടർ അറേയും പിന്നെ ഒരു ഇൻറ്റിജർ. ആ ഇൻറ്റിജർ എന്ന് പറയുന്നത് len, ഇറ്റ് റെപ്രസെൻറ്റ് ദി നമ്പർ ഓഫ് ക്യാരക്ടർ ഇൻ ദി സ്ട്രിങ്. അപ്പം str,10 എന്ന് കൊടുത്താൽ 10 ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ആദ്യത്തെ യൂസേജ്. രണ്ടാമത്തെ യൂസേജ് ഹാസ് 3 ആർഗ്യുമെൻറ്റ്സ്, 3 ആർഗ്യുമെൻ്റ് ഉണ്ട്, ഒരു ക്യാരക്ടർ അറേ, പിന്നെ നമ്പർ ഓഫ് ക്യാരക്ടർ ഇൻ ദി സ്ട്രിങ്, ഡീലിമിറ്റിംഗ് ക്യാരക്ടർ, എവിടെ ഏത് ക്യാരക്ടർ വെച്ചാണോ ഡീലിമിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകം എന്തായിരിക്കും, അവിടുത്തെ len എന്ന് പറയുന്നത് വൈൽ ഇൻപുട്ടിങ് ദി സ്ട്രിങ് നമുക്ക് len-1, അതായത് നമുക്ക് ആ ലെങ്ത് ഇപ്പം 10 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 9 ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറ്റും. 10ാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ ഡീലിമിറ്റിംഗ് ക്യാരക്ടർ, അതായത് അത് എൻഡ് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കണം. അപ്പോൾ ഇതാണ് 2 യൂസേജ്, 2 ആർഗ്യുമെൻറ്റ്സ് ഉള്ളതും 3 ആർഗ്യുമെൻറ്റ്സ് ഉള്ളതും. 2 ആർഗ്യുമെൻറ്റ്സ് ഉള്ളതിനകത്ത് ക്യാരക്ടർ അറേയും മാക്സിമം ക്യാരക്ടേഴ്സും വരും. 3 ആർഗ്യുമെൻറ്റ്സിനകത്തുള്ളത് ക്യാരക്ടർ അറേ വരും, മാക്സിമം ക്യാരക്ടേഴ്സ് വരും, പിന്നെ ഡീലിമിറ്റിംഗ് ക്യാരക്ടർ വരും. അതാണ് എന്തെന്ന് പറയുന്നത്, ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ ക്യാൻ അക്സെപ്റ്റ് എ സ്ട്രിങ് ത്രൂ ദി കീബോർഡ്, കീബോർഡ് വഴി ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്, ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. അതിൻ്റെ സിൻറ്റാക്സ് 2 രീതിയിൽ എഴുതാം, 2 ആർഗ്യുമെൻ്റ് ഉള്ളതുകൊണ്ട് 3 ആർഗ്യുമെൻ്റ് ഉള്ളതുകൊണ്ട്. എന്തായാലും സിൻറ്റാക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ആദ്യം നമ്മൾ എന്ത് പറയണം, ആ സ്ട്രീം ഒബ്ജക്റ്റ് പറയണം, ഇൻപുട്ട് ഒബ്ജക്റ്റ് നെയിം, ദെൻ ഡോട്ട് ഓപ്പറേറ്റർ, ദെൻ എന്ത് ഫംഗ്ഷൻ നെയിം. അങ്ങനെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, സ്ട്രീം ഫംഗ്ഷൻസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 2 ഇൻപുട്ട് ഫംഗ്ഷൻ, സ്ട്രീം ഇൻപുട്ട് ഫംഗ്ഷൻ, 2 ഇൻപുട്ട് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് 2 വേണം. അപ്പോഴേ ഇത്രയുമായിരുന്നു എന്ത്, സ്ട്രീം ഫങ്ഷൻസ് ഫോർ IO ഓപ്പറേഷനകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ ഗെറ്റും ഗെറ്റ് ലൈനും. ഇനി അതിനകത്ത് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. ഔട്ട്പുട്ട് ഫംഗ്ഷൻ 2 എണ്ണം. ഒന്നാമത്തേന്ന് പറയുന്നത് പുട്ട് ഫംഗ്ഷൻ. പുട്ട് എന്ന ഫംഗ്ഷൻ്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ക്യാരക്ടർ ഓൺ ദി മോണിറ്റർ. മോണിറ്ററിൽ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യാൻ വേണ്ടി, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്, പുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഡിസ്പ്ലേ ക്യാരക്ടർ ഓൺ ദി മോണിറ്റർ, മോണിറ്ററിൽ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യും. ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്, പുട്ട് ഫംഗ്ഷൻ. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കിയാണ് ചാർ ch c. അപ്പോൾ c എന്ന ക്യാരക്ടർ ch എന്ന ക്യാരക്ടർ വേരിയബിളിനകത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. cout ഡോട്ട് പുട്ട് ch എന്ത് ഡിസ്പ്ലേ ചെയ്ത് തരും, ch എന്ന ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനകത്തിരിക്കുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പോൾ ഇത് ഡിസ്പ്ലേ c ഓൺ ദി മോണിറ്റർ. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ cout ഡോട്ട് പുട്ട് ക്യാപിറ്റൽ B എന്ന് കൊടുത്താൽ ഡിസ്പ്ലേ B ഓൺ ദി മോണിറ്റർ, മോണിറ്ററിനകത്ത് B ഡിസ്പ്ലേ ചെയ്ത് തരും. നേരത്തെ നമ്മൾ ഗെറ്റ് പറഞ്ഞ കണക്ക് അവിടെ കൊടുക്കുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് എങ്കിൽ ആ ഇൻറ്റിജർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ, ആസ്കി ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ആ ക്യാരക്ടർ ആസ്കി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. നോക്കിയേ cout ഡോട്ട് പുട്ട് 65 എന്ന് കൊടുത്താൽ 65 എന്ന ആസ്കി വാല്യൂ ഉള്ള ക്യാരക്ടർ ഏതാണ്, ഈ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ക്യാരക്ടർ എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും മോണിറ്ററിൽ. അപ്പോൾ ഇതാണ് എന്ത് ഫംഗ്ഷൻ, പുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ക്യാരക്ടർ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രീം ഫംഗ്ഷനാണ് ഏത്, പുട്ട് ഫംഗ്ഷൻ. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പം അവിടുത്തെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ്, കൺസോൾ ഔട്ട്പുട്ട് ഡിവൈസ് ആയ
മോണിറ്ററിനെ സൂചിപ്പിക്കുന്ന ഒബ്ജക്റ്റ് നെയിമായ സി ഔട്ട് കൂടി ആ ഫംഗ്ഷനോടൊപ്പം ചേർക്കണം. അപ്പോൾ ആദ്യം ആ ഒബ്ജക്റ്റ് നെയിം സി ഔട്ട്, പിന്നെ എന്ത് ഓപ്പറേറ്റർ, ഡോട്ട് ഓപ്പറേറ്റർ, ദെൻ ഫംഗ്ഷൻ നെയിം. അങ്ങനെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, യൂസേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് എന്ന ഫംഗ്ഷനാണ്. എന്തിനു വേണ്ടിയായിരിക്കും, ഇറ്റ് ഡിസ്പ്ലേ എ സ്ട്രിങ് ഓൺ ദി മോണിറ്റർ. ഒരു സ്ട്രിങ്ങിനെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്, റൈറ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്പ്ലേ സ്ട്രിങ് ഓൺ ദി മോണിറ്റർ. മോണിറ്ററിൽ എന്ത് ഡിസ്പ്ലേ ചെയ്ത് തരും, സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്ത് തരും. ചാർ str ഓഫ് 10 is equal to ഹലോ. അപ്പം str ഓഫ് 10 എന്ന് പറയുന്ന ക്യാരക്ടർ അറേക്കകത്ത് ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സി ഔട്ട് ഡോട്ട് റൈറ്റ് str, 10 എന്ന് എഴുതിയാൽ ആ str എന്ന് പറയുന്ന ആ ക്യാരക്ടർ അറേക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഈ ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്ത് 5 ക്യാരക്ടറേ ഉള്ളൂ. അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 10 എന്നാണ്. അപ്പോൾ 5 ക്യാരക്ടറുള്ള ഹലോയും ഡിസ്പ്ലേയും പിന്നെ 5 സ്പേസും എന്ത് ചെയ്ത് തരും, ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എന്തായാലും ഒരു സ്ട്രിങ് എന്ത് ചെയ്യാൻ വേണ്ടി, മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രീം ഫംഗ്ഷനാണ് ഏത്, റൈറ്റ് ഫംഗ്ഷൻ. അത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ എന്ത് പറയണം, ആദ്യം കൺസോൾ ഔട്ട്പുട്ട് ഡിവൈസ് നെയിം സി ഔട്ട്, ദെൻ ഡോട്ട് ഓപ്പറേറ്റർ, ദെൻ ഫംഗ്ഷൻ നെയിം റൈറ്റ് ഓഫ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്, പുട്ടും റൈറ്റും. പുട്ട് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി, റൈറ്റ് സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയുമാണ് എന്ത്, സ്ട്രീം ഫങ്ഷൻസ് ഫോർ IO ഓപ്പറേഷൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എന്ത് ഫങ്ഷൻസ്, സ്ട്രീം ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ C++നകത്ത് ഉപയോഗിക്കുന്ന പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻ. ഇന്ന് നമ്മൾ പഠിച്ച പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഏതൊക്കെയായിരുന്നു, ആദ്യം പഠിച്ചത് ക്യാരക്ടർ ഫങ്ഷൻസ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു ആ ക്യാരക്ടർ ഫങ്ഷൻസ്, ഒന്ന് ഈസ് അപ്പർ കേസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ, ഈസ് ലോവർ കേസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ, ഈസ് ആൽഫബറ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ, ഈസ് ഡിജിറ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ, ഈസ് ആൽഫ ന്യൂമറിക് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ, പിന്നെ ടു അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ടു ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇത്രയുമായിരുന്നു ക്യാരക്ടർ ഫങ്ഷൻസ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, കൺസോൾ ഫംഗ്ഷൻ ആയിരുന്നു. കൺസോൾ ഫംഗ്ഷൻ 2 നേരത്തെ പഠിച്ചായിരുന്നു, ഗെറ്റ്സും പുട്സും. ഇന്ന് പഠിച്ചത് എന്തൊക്കെയായിരുന്നു, ഗെറ്റ്ചാറും പുട്ചാറും. ഒരു ക്യാരക്ടർ കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഗെറ്റ്ചാറും, ഒരു ക്യാരക്ടർ മോണിറ്റർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പുട്ചാറും. അത് കഴിഞ്ഞ് പഠിച്ചത് എന്തായിരുന്നു, സ്ട്രീം ഫംഗ്ഷൻ ആയിരുന്നു. ആ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്ന IO സ്ട്രീം എന്ന ഹെഡർ ഫയലിനകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2 ഇൻപുട്ട് ഫംഗ്ഷൻ 2 ഔട്ട്പുട്ട് ഫംഗ്ഷനും. ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഗെറ്റും ഗെറ്റ് ലൈനും. അവിടെ ഗെറ്റും ഗെറ്റ് ലൈനും തമ്മിൽ വ്യത്യാസം വെച്ചാൽ ഗെറ്റ് ക്യാൻ അക്സെപ്റ്റ് സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടർ, വേറാസ് ഗെറ്റ് ലൈൻ ക്യാൻ അക്സെപ്റ്റ് ഓൺലി മൾട്ടിപ്പിൾ ക്യാരക്ടർ ഓർ സ്ട്രിങ്. അപ്പോൾ ഗെറ്റിനെ സിംഗിൾ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാം, സ്ട്രിങ്ങും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗെറ്റ് ലൈൻ ക്യാൻ അക്സെപ്റ്റ് ഓൺലി സ്ട്രിങ്, അതാണ് വ്യത്യാസം. ഇനി ഈ സ്ട്രീം ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പം അവിടെ നമ്മളതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, ആദ്യം കൺസോൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ പേര് പറയണം, ദെൻ ഡോട്ട് ഓപ്പറേറ്റർ, ദെൻ ഫംഗ്ഷൻ നെയിം. അപ്പോൾ അതാണെന്ത്, ഗെറ്റും ഗെറ്റ് ലൈനും. പിന്നെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആയിരുന്നു പുട്ടും റൈറ്റും. ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പുട്ട്, ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി റൈറ്റ്. ഇത് രണ്ടും ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂസേജ് എങ്ങനെയാണ്, ആദ്യം ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ പേര് സി ഔട്ട്, ദെൻ ഡോട്ട് ഓപ്പറേറ്റർ, ദെൻ എന്ത്, ഫംഗ്ഷൻ നെയിം. അപ്പോൾ ഇത്രയുമായിരുന്നു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്ട്രിങ് ഫംഗ്ഷൻ ഏത് ഹെഡർ ഫയലിനകത്ത്, സി സ്ട്രിങ് എന്ന ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന 5 സ്ട്രിങ് ഫംഗ്ഷൻ ആയിരുന്നു. strlen, strcpy, strcat, strcmb, strcmbi. അടുത്ത ഫംഗ്ഷന് CMath എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആയിരുന്നു. CMath എന്ന ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയായിരുന്നു, abs ഓഫ്, sqrt, pow ഓഫ്. അടുത്ത പഠിച്ചത് CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്തിരുന്ന ക്യാരക്ടർ ഫംഗ്ഷൻ ആയിരുന്നു. ഈസ് അപ്പർ, ഈസ് ലോവർ, പിന്നെ ഈസ് ഡിജിറ്റ്, ഈസ് ആൽഫ, ഈസ് ആൽനം, ടു അപ്പർ, ടു ലോവർ, 7 എണ്ണം. പിന്നെ പഠിച്ചെന്തായിരുന്നു, കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആയിരുന്നു. CSTDIO എന്ന ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഗെറ്റ്സ്, പുട്സ്, ഗെറ്റ്ചാർ, പുട്ചാർ. പിന്നെ പഠിച്ചെന്തായിരുന്നു, സ്ട്രീം IO ഫംഗ്ഷൻസ് ആയിരുന്നു. IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഗെറ്റ് ലൈൻ, ഗെറ്റ് ലൈൻ ഇൻപുട്ട് ഫംഗ്ഷൻ, പുട്ട് റൈറ്റ് എന്ത് ഫംഗ്ഷൻ, ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയുമാണെന്ത്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് യൂസ്ഡ് ഇൻ C++ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പം ഇതോടുകൂടി പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് തീർന്നു. വരുന്ന ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷനായ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.